എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഗൃഹത്തിലൊക്കെ തുണികളൊന്നും ഈ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ നിക്ഷേപിക്കരുത്. ഈ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ തൂക്കിയിടരുത്. അങ്ങനെ ചെയ്യുമെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കോപം നമുക്ക് ഉണ്ടായേക്കും. സാമ്പത്തികമായ പരാധീനതയും ബുദ്ധിമുട്ടുകളും നമ്മെ വിട്ടുപോകില്ല എന്നുള്ളതാണ്. അപ്പോൾ ലക്ഷ്മി ദേവിയെ ചുടിപ്പിക്കുന്ന മൂദേവിക്ക് പ്രിയങ്കരമാർന്ന ഒന്നാണ് നമ്മൾ വസ്ത്രങ്ങളിൽ ഈ ചെയ്യുന്ന ഈ ഒരു തെറ്റുകൾ, അല്ലെങ്കിൽ വസ്ത്രം കൊണ്ട് ചെയ്യുന്ന ചില തെറ്റുകൾ. ഏതാണ് ഈ തെറ്റുകൾ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. അതുപോലെ തന്നെ കൂടുതൽ അറിയിപ്പിലേക്ക്, അതുപോലെ തന്നെ കാര്യത്തിലേക്ക് കടക്കാം. വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വാസ്തുശാസ്ത്രം ഒരു ഗൃഹത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ചില ചിട്ടവട്ടങ്ങളും നിയമാവലികളും തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ചിട്ടവട്ടങ്ങളും നിയമാവലികളും കൃത്യമായിട്ട് ഏതൊരു വ്യക്തിയാണോ പാലിക്കുന്നത് ആ ഗൃഹത്തിൽ ലക്ഷ്മി വാസവും ഐശ്വര്യവും ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും വാസ്തുശാസ്ത്രം അനുസരിച്ചുള്ള നിയമങ്ങൾ പാലിക്കുന്നത് ഗൃഹത്തിൽ ഐശ്വര്യമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും അത്തരത്തിൽ ഒരു ഗൃഹത്തിൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുമുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുമുണ്ട്. ഇന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ചെയ്യാൻ പാടില്ലാത്ത, എന്നാൽ നമ്മളിൽ പലരും അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അറിയാതെ പോലും ചെയ്യുന്ന ചില തെറ്റുകളെ കുറിച്ചാണ്. ഈ തെറ്റുകൾ ഒരു കാരണവശാലും ചെയ്യരുത്. ഈ തെറ്റുകൾ ചെയ്യുന്നത് സാമ്പത്തികമായ ദുരിതം വർദ്ധിക്കുന്നതിനും മൂദേവി വാസം ഗൃഹത്തിൽ ഉണ്ടാക്കുന്നതിനും നിമിത്തം ആകും. ലക്ഷ്മി സാന്നിധ്യം ഗൃഹത്തിൽ കുറയുന്നതിനും വാസ്തുദോഷങ്ങൾ അധികരിക്കുന്നതിനും കാരണമാകും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഗൃഹ അസ്വസ്ഥതകൾക്കും ഒരുപക്ഷെ ഇത് കാരണമായേക്കാം. വസ്ത്രം എന്ന് പറയുന്നത് വെറും ഒരു തുണി കഷ്ണം മാത്രമല്ല, വസ്ത്രങ്ങളിൽ ലക്ഷ്മി കടാക്ഷം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ലക്ഷ്മി ദേവി വസിക്കുന്ന അതിപ്രധാനപ്പെട്ട 108 ദ്രവ്യ വസ്തുക്കളിൽ ഒന്നായിട്ട് വസ്ത്രങ്ങൾ പറയാറുണ്ട്. അത് അലക്കിയ വസ്ത്രങ്ങൾ. കോടി വസ്ത്രങ്ങളിൽ ലക്ഷ്മി സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ വസ്ത്രങ്ങൾ നമ്മൾ ഒരു തവണ ധരിച്ച് മുഷിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിൽ മൂദേവിയാണ് വസിക്കുന്നത്. ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ ഒരു പഴയ വസ്ത്രങ്ങൾ, അതായത് നമ്മൾ ഇട്ടു മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരു കാരണവശാലും പുതിയ വസ്ത്രങ്ങളോട് ചേർത്ത് വെക്കുവാൻ പാടില്ല. അവയെ അലക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളോട് ചേർത്ത് വെക്കുവാൻ പാടില്ല. ഒരു തവണയെങ്കിലും നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ അവയെ കഴുകി ശുദ്ധിയാക്കിയതിനു ശേഷം മാത്രമേ ധരിക്കാവൂ എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മി ദേവി വസിക്കുന്ന ഒരിടമാണ് നമ്മുടെ ഗൃഹത്തിലെ വാതിൽപ്പടി അല്ലെങ്കിൽ കതക് എന്നൊക്കെ പറയുന്നത്. ഞാൻ മുന്നേ സൂചിപ്പിച്ചു, മഹാലക്ഷ്മി ദേവി വസിക്കുന്ന 108 ദ്രവ്യ ഇടങ്ങളുണ്ട്. അതിലൊരു ഇടമാണ് ഈ വാതിൽപ്പടി എന്ന് പറയുന്നത്. നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് ലക്ഷ്മി സാന്നിധ്യമാണ്. ലക്ഷ്മി ദേവിയുടെ സ്വരൂപമായിട്ടാണ് പ്രധാന വാതിലിനെ കരുതുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഗ്രഹമൊക്കെ വെക്കുന്ന സന്ദർഭത്തിൽ പ്രധാന വാതിൽ വെക്കുമ്പോൾ അവിടെ നമ്മൾ ചില ആചാരങ്ങളും വിശ്വാസങ്ങളും പാലിക്കാറുണ്ട്. പല ഗ്രഹങ്ങളും വെക്കുന്ന സന്ദർഭത്തിൽ സ്വർണം, വെള്ളി തുടങ്ങിയ ദ്രവ്യമായിട്ടുള്ള ലക്ഷ്മി ദേവിക്ക് വളരെയധികം പ്രിയങ്കരമായിട്ടുള്ള വസ്തുക്കൾ സ്ഥാപിച്ച് ഇതിന്റെ പുറത്താണ് കട്ടിളയും കതകും നമ്മൾ സ്ഥാപിക്കുന്നത്. നിങ്ങളുടെ ഗൃഹത്തിൽ ഒരുപക്ഷെ കതക് വെക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ കട്ടിള വെക്കുന്ന സന്ദർഭത്തിൽ അത് വളരെ മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് ആചാര വിശ്വാസത്തിന്റെ പ്രകാരം വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് പ്രാർത്ഥനയോടു കൂടിയിട്ടൊക്കെയാണ് വെക്കുക. മാത്രമല്ല ലക്ഷ്മി ചൈതന്യം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാന വാതിലിൽ സ്വസ്തിക ചിഹ്നം, ഓം എന്നൊക്കെയുള്ള ചിഹ്നങ്ങൾ, ചിത്രങ്ങൾ, ചന്ദനം അല്ലെങ്കിൽ മഞ്ഞളൊക്കെ ഉപയോഗിച്ച് ലേഖനം ചെയ്ത് വെക്കുന്നത്. മാവില തോരണം തൂക്കുന്നത് മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും ഒക്കെ തന്നെ ആ ഒരു പ്രധാന വാതിലിൽ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. പ്രധാന വാതിലിന്റെ ഇരുവശത്തും വിളക്ക് കത്തിച്ചു വെക്കാറുണ്ട്, നെയ്വിളക്ക് തെളിയിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാതിൽപ്പടി ലക്ഷ്മി വസിക്കുന്ന ഇടമാണ്. നമ്മുടെ ഗൃഹത്തിലേക്ക് സർവ്വ പോസിറ്റീവായിട്ടുള്ള എനർജികളും
ശക്തികളും കടന്നു വരുന്നത് ഈ പ്രധാന വാതിൽ വഴിയാണ്. പ്രധാന വാതിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഗൃഹത്തിലെ ഓരോ വാതിലിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട്. വാതിലിനും അതിൻ്റെതായ വിശേഷതകളുമുണ്ട്. സർവ്വവാതിലുകളിലും ഒരു മഹാലക്ഷ്മി വാസമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇത്രത്തോളം പ്രാധാന്യമുള്ള ലക്ഷ്മി ദേവിയുടെ പ്രത്യക്ഷ സ്വരൂപമായിട്ടുള്ള ഈ വാതിലുകളിൽ പലപ്പോഴും നമ്മൾ മുഷിഞ്ഞ വസ്ത്രങ്ങൾ തൂക്കിയിടാറുണ്ട്. പല ഗൃഹങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വാതിൽപ്പടി ഒരു തവണ ഇട്ട് മുഷിഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ ഊരി വെക്കാറുണ്ട്, അല്ലെങ്കിൽ തൂക്കിയിടാറുണ്ട്, അല്ലെങ്കിൽ വാതിലിൽ ഒരു നനഞ്ഞ തോർത്തെങ്കിലും കൊണ്ട് പല ഗ്രഹങ്ങളിലും വെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉടനെ മാറ്റിക്കോളൂ. ഒരു കാരണവശാലും മുഷിഞ്ഞ വസ്ത്രങ്ങളോ അതുപോലെ തന്നെ നനഞ്ഞ വസ്ത്രങ്ങളോ തൂക്കിയിടുവാൻ പാടുള്ളതല്ല എന്നാണ്, വിരിച്ചിടാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ലക്ഷ്മി ദേവിയെ അധികം ചൊടിപ്പിക്കുന്ന ഒരു സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. മൂദേവിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് അത്തരത്തിൽ മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ ആ ഒരു പ്രധാന വാതിലിന് മുകളിൽ വിരിച്ചിടുന്നത്. പ്രധാന വാതിലിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഗൃഹത്തിൽ ഏതൊരു വാതിലായാലും ആ ഒരു വാതിലിന് മേലെ നമ്മൾ ഇത്തരത്തിൽ വസ്ത്രം വിരിച്ചിടുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ചില ഗ്രഹങ്ങളിൽ ഈ വാതിലിന് പിന്നിലായിട്ട് ആണിയടിച്ച് വസ്ത്രങ്ങൾ തൂക്കിയിടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതും വളരെയധികം നെഗറ്റീവായിട്ടുള്ള എനർജികളെ നമ്മുടെ ഗ്രഹത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നത് കുടുംബത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു പിരിമുറക്കം, ബന്ധങ്ങളിൽ അസ്വസ്ഥത നേരിടുന്ന ഒരു, അത് മാത്രമല്ല അസുഖങ്ങൾ, ഇതൊക്കെ തന്നെ ഉടലെടുക്കുന്നതിന് കാരണമായേക്കും എന്നുള്ളതാണ്. ഇതുകൂടാതെ ചില ഗ്രഹങ്ങളിലൊക്കെ ഇരിക്കുന്ന കസേരകളിലും തുണികൾ കൂട്ടിവെക്കുന്നത് കാണുവാൻ സാധിക്കും. ഇത് ലക്ഷ്മി കോപം ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ്. ഇത് സാമ്പത്തിക നഷ്ടം, നമ്മുടെ വരുമാനം കുറയുന്നതിന്, അങ്ങനെയൊക്കെ ദുരന്തത്തിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിലാണ് ഇത്തരം ശീലങ്ങൾ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കി നിങ്ങൾ ഇത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഈ വാതിൽപ്പടിയിലോ കസേരയിലോ ഇങ്ങനെ തുണികൾ കൂട്ടിവെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ അവയെ ഒഴിവാക്കി നിങ്ങളുടെ വരുമാനത്തിൽ ഒരു വൻ വർധനവ് ഉണ്ടാകും എന്നുള്ളതാണ്. കടബാധ്യതകൾ വർദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വർധനവ് അവിടെ നിൽക്കുകയും ക്രമേണ അത് കുറഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക വർധനവ് നിങ്ങളിൽ കൈവന്നു ചേരുന്നതും കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.